വിഷ്ണുവേട്ടന്റെ മരണം ഒരാളെയും അറിയിക്കരുതെന്ന് വിഷ്ണുവേട്ടൻ എടുത്ത തീരുമാനം. ചക്കരേ, കമല, ഇവർക്ക് എന്താന്ന് വെച്ചാ വാങ്ങിക്കൊടുക്ക. ചേച്ചിയെ ചതിക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാ ഇപ്പൊ ഇവിടെ നടന്നത്. അത് കാര്യമാക്കണ്ട, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതി ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം എനിക്കിപ്പോ എതിരായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി കുറെ നാൾ കഴിയുമ്പോ ശാരിയച്ചും പറയും, സ്വന്തം കുഞ്ഞിന് പകരം മറ്റൊരു കുഞ്ഞിനെ കാണിച്ച് ഞാൻ ചതിച്ചു എന്ന്. ഇതിപ്പോ ഡോക്ടറും കൂടെ സമ്മതിച്ചുകൊണ്ടല്ലേ, അല്ലാതെ ശാലിനി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ. വിഷ്ണുവേട്ടന്റെ മരണം ഒരാളെയും അറിയിക്കരുതെന്ന് വിഷ്ണുവേട്ടൻ എടുത്ത തീരുമാനം. പക്ഷെ വിഷ്ണുവേട്ടന്റെ അമ്മയുടെ മുന്നില് ഞാനിപ്പോ കൊലയാളിയാ. വിഷ്ണു മരിച്ചെന്നോ? സത്യാമ്മയോട് പറയണം, വിഷ്ണു മരിക്കാനുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യമാക്കണം. അല്ലെങ്കിൽ അത് സത്യാമ്മയുടെ ഉള്ളില് ഒരു കരടായിട്ട് എന്നും കിടക്കും. ഏട്ടത്തിയമ്മേ, സത്യമാണോ ഞാൻ ഈ കേട്ടത്? എന്റെ വിഷ്ണുവശം മരിച്ചോ? അത് കമല, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. ഒരൊറ്റ കാര്യം എനിക്ക് അറിഞ്ഞാ മതി. എന്റെ ആശാൻ ഈ ലോകത്തില്ലേ? കമല, അത് പറയാൻ പറഞ്ഞോളാം. പറ. എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്റെ ശരി ഭൂമി വിട്ടു പോയോ? കമല, വിഷ്ണു മരിച്ചു. ചടങ്ങുകളും കഴിഞ്ഞു. പക്ഷെ മധുരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അതെല്ലാം നടന്നത്. ശാലിനിക്ക് അത് അറിയാനും കൂടി പാടില്ലായിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇതിലെന്തൊക്കെ കള്ളക്കളികളുണ്ട്. എന്റെ വിഷ്ണുവശൻ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ആരും കൊന്നതല്ല. വിഷ്ണുവേട്ടൻ ഒരു സർജറിക്കിടയിൽ മരണപ്പെട്ടത്. അതെ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല കേട്ടാ. നിങ്ങൾ കള്ളിയാണ്. നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നവരാണ്. കൂടെ വിശ്വസിച്ച് നിൽക്കുന്നവരാണ്. നിങ്ങൾ ചീറ്റ് ചെയ്യുന്നവരാണ്. എന്റെ വിഷ്ണുവശന്റെ മുഖം പോലും എനിക്ക് അവസരമായിട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. എന്തൊരു ജന്മമാണ് എന്റേത്. കമല, കമല, എടാ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. ശാലിനി ഇക്കാര്യത്തിൽ
നിരപരാധിയാണ്. മാറ്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ശിവനാശൻ അറിയോ, വിഷ്ണുവാശന്റെ ഹൃദയത്തിലെ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഏട്ടത്തേമ്മയും ഒന്ന് ഞാനും. ആശാനെ എന്തിനും എന്നെ കൂട്ടുമായിരുന്നു. എന്റെ ദേഹത്ത് ഒരാളും ഒരു തരം മണ്ണ് വാരിയുടെ വിഷ്ണുവാശം സമ്മതിക്കില്ലായിരുന്നു. അതിന് കാരണം എന്താ? ആ ഹൃദയത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ ശിവരാശൻ ചെയ്യുന്ന പോലെ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു എന്റെ വിശ്വാസം. കമല പോയി. പോട്ടെ, എല്ലാവരും പോട്ടെ. ഏട്ടത്തിയമ്മേ, എന്റെ ഏട്ടത്തിയമ്മ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. വിഷ്ണുവാശം പോയപ്പോ ഞാൻ നിങ്ങൾക്കൊരു അന്യനായില്ലേ? എനിക്ക് സ്നേഹിക്കുക മാത്രമേ അറിയൂ. നിങ്ങളെപ്പോലെ വഞ്ചിക്കാൻ എനിക്ക് അറിയില്ല. ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ? പൊറിക്കില്ല, ദൈവം ഇതൊന്നും പൊറിക്കില്ല. മറുപടി പറയേണ്ടി വരും, നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇക്കാര്യത്തില് അവനും കൂടി എന്നെ ശപിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും തികഞ്ഞു. ഇതിന് മാത്രം അനുഭവിച്ചു തീർക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഒരാളെ സങ്കടപ്പെടുത്തരുതെന്നാ കരുതി. പക്ഷെ അത് ഇത്രയും വലിയ കുറ്റമായിരുന്നു. എല്ലാം ഉള്ളിലൊതുക്കി സ്വയം നേറിയത് ഈ കുറ്റപ്പെടുത്തലും ശകാരവും കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു.